റിപ്പോർട്ട്. വിനോയ് തുടരുക. KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, സിനിമാ മേഖലയിലെ ക്രൂരതകളും മ്ലേച്ഛതകളും തുറന്നുകാട്ടിയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതിന് തീർച്ചയായും സിനിമാ മേഖലയിലെ ചലച്ചിത്ര മേഖലയിലെ നിരവധി ഈ സ്ത്രീ നടിമാർ നേരിടുന്ന വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം തന്നെ വളരെ വ്യക്തമായി തന്നെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. നിരവധി ആളുകളുടെ മൊഴിയെടുത്ത ശേഷമാണ് ഈ രീതിയിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. എന്തായാലും റിപ്പോർട്ടിൻ്റെ 289 പേജുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ 63 പേജുകൾ ഒഴിവാക്കിയിരിക്കുന്നത് സ്വകാര്യത വ്യക്തമാക്കപ്പെടുന്ന പേജുകളാണ്, സ്വകാര്യതയെ ബാധിക്കുന്ന രീതിയിലുള്ള ആ പേജുകളാണ് ഒഴിവാക്കിയിരിക്കുന്നത്. വ്യക്തിവിവരങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുന്ന പേജുകളാണ് ഒഴിവാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് പ്രകാരം എന്തായാലും വളരെ ഗുരുതരമായ പരാമർശങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടിലുണ്ട്. ഈ നടിമാർ ഈ സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ ഗൗരവമായി തന്നെ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. എന്തായാലും അടിമുടി സ്ത്രീവിരുദ്ധത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു റിപ്പോർട്ടിൽ ഉള്ളടക്കം. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് സിനിമാ മേഖലയിൽ നടക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും സിനിമാ ലോകം ഒരു ക്രിമിനലുകളുടെ പിടിയിലാണ്. സിനിമാ ലോകത്തെ നയിക്കുന്നത് ഒരു മാഫിയ സംഘമാണ് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിൽ ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഈ മാഫിയ സംഘത്തെ നയിക്കുന്ന ഒരു പ്രമുഖ നടനാണ് എന്നതാണ് പറയുന്നത്. കൂടാതെ ഈ ഇടനിലക്കാരുണ്ട്, പല രീതിയിലുള്ള ഈ ലൈംഗിക പീഡനം അടക്കമുള്ള കാര്യങ്ങൾ കൂടുതലായി നിർബന്ധിക്കുന്നു എന്നൊരു കാര്യം റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. അതിൽ പല വിധത്തിലുള്ള ഇടനിലക്കാർ ഇക്കാര്യത്തിൽ ഇതിനുണ്ട് എന്നൊരു കാര്യം കൂടെ റിപ്പോർട്ടിലുണ്ട്. എന്തായാലും ഒരു അനുഭവം ഒരു നടി പറയുന്നത് ഈ രീതിയിലാണ്. അതായത് ഈ ചിത്രീകരണത്തിൽ വഴങ്ങിയില്ലെങ്കിൽ ഈ റിപ്പീറ്റ് ഷോട്ടുകൾ നൽകും. ആ രീതിയിൽ ഒരു 17 ഷോട്ടുകളിൽ ഈ രീതിയിൽ 17 തവണ വരെ അഭിനയിക്കേണ്ടതായി വന്നു. പിറ്റേന്ന് അത് നിർബന്ധിച്ചെടുപ്പിക്കുന്നു. പിറ്റേന്ന് ഈ ചൂഷണത്തിന് ശ്രമിച്ച ആളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വരുന്നൊരു സാഹചര്യം. ആ രീതിയിലുള്ള അനുഭവങ്ങളെല്ലാം തന്നെ ഷൂട്ടിങ്ങിനുണ്ടായി എന്നതാണ് പറയുന്നത്. എന്തായാലും വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാനായി നിർബന്ധിക്കുന്നു എന്നത് ആണ് പ്രധാനമായും പറയുന്നത്. അതിൽ ഈ സംവിധായകരും നിർമ്മാതാക്കളും എല്ലാം തന്നെ ആ രീതിയിൽ നിർബന്ധിക്കുന്നു. അതോടൊപ്പം തന്നെ അത് സിനിമാ മേഖലയിൽ ഈ രീതിയിൽ എന്തെങ്കിലും തരത്തിലൊരു വിമുഖത കാണിച്ചാൽ അത് ഭാവിയെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അവസരങ്ങളെ ബാധിക്കുന്നു. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുമോ എന്നൊരു ഭയം, കൂടാതെ ഈ സൈബർ ആക്രമണം പോലുള്ള ഗുരുതരമായ രീതിയിലുള്ള ആക്രമണങ്ങളിലേക്ക് ഭാവി പോകുമോ എന്നൊരു ആശങ്ക, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ നേരിടുന്നു. അതോടൊപ്പം തന്നെ തീർത്തും അവഗണനാപരമായ രീതിയിലുള്ള ചില സമീപനങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടാവുന്നു എന്നതാണ്. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനുള്ള ഒരു രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കാതെ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അങ്ങനെ വലിയ ഗുരുതരമായ പരാമർശങ്ങളെല്ലാം തന്നെയാണ് ഇതിൽ പറയുന്നത്. എന്തായാലും ഈ പ്രധാനമായും കാസ്റ്റിംഗ് കൗച്ച് തന്നെയാണ് ഈ സിനിമാ മേഖലയിൽ ഏറ്റവും ഗുരുതരമായി തന്നെ ഉള്ളത് എന്നതാണ് പറയുന്നത്. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാനായി നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു സംവിധായകരും നിർമ്മാതാക്കളും. കൂടാതെ ഈ അവസരം കിട്ടാനായിട്ട് വിട്ടുവീഴ്ചകൾക്ക് എപ്പോഴും തയ്യാറായിക്കൊണ്ടിരിക്കണം. ആ രീതിയിൽ നിഷേധിച്ചാൽ അത് വലിയ രീതിയിൽ തന്നെ അതിൽ വിമുഖത കാട്ടിയാൽ പൂർണ്ണമായും തന്നെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് പറയുന്നത്. കൂടാതെ ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നത് ഒരു കോഡ് പേരാണ്. അത് വലിയ ഒരു ഗുരുതരമായൊരു പരാമർശമാണ്. ഒരു കോഡ് പേരിലാണ് ഇത്തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നവർ താല്പര്യപ്പെടുന്നത്. അവരെ പൂർണ്ണമായും സംരക്ഷിക്കുന്നു, അവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നു എന്നത് കാര്യങ്ങളെല്ലാം തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടാതെ ഈ പ്രധാനമായും ഇതിൻ്റെ ആമുഖത്തിൽ പറയുന്ന പോലെ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്, ഈ സിനിമാ മേഖലയ്ക്ക് പുറമേ നിന്ന് കാണുമ്പോൾ ഒരു തിളക്കം മാത്രമാണ്. അത് കൂടുതലായി ഒരു ആകാശമാണ്. അത് നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ വലിയൊരു ഭംഗിയായി തന്നെ തോന്നും. അതിൻ്റെ അവിടുത്തെ നക്ഷത്രങ്ങൾക്ക് തിളക്കമുണ്ടാകും, ചന്ദ്രൻ വലിയ രീതിയിൽ ഭംഗിയുള്ളതാകുന്നു എന്നതാണ് പറയുന്നത്. അത് പക്ഷേ അതിന് അടുത്ത് ചെല്ലുമ്പോൾ മാത്രമാണ് അതിന് ഏത് രീതിയിലാണ് അവിടുത്തെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ അവിടുത്തെ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ അവരെ വളരെ അടുത്തറിയുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അത് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ലൈംഗിക ചൂഷണം എന്നത് തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. ഈ സൈറ്റിൽ സെറ്റിൽ ഇടനിലക്കാരുടെ ചൂഷണം വ്യാപകമായി നടക്കുന്നു. അതായത് അതിക്രമം കാട്ടിയവരെല്ലാം തന്നെ ഉന്നതരാണ്, സമൂഹത്തിലുള്ള ഉന്നതരാണ് എന്നൊരു കാര്യം കൂടി പറയുന്നു. സിനിമാ മേഖലയിൽ ഈ രീതിയിൽ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് അതിക്രമം കാണിച്ചിരിക്കുന്നത്. ഇതിൽ വലിയൊരു ഞെട്ടൽ ഹേമ കമ്മിറ്റിക്ക് ഉണ്ടായി. ഈ വെളിപ്പെടുത്തൽ കേട്ടിട്ട് പലപ്പോഴും ഒരു ഞെട്ടലുണ്ടായി എന്നത് ഹേമ കമ്മിറ്റി പറയുന്നു. പിന്നെ ഇത് പരാതിപ്പെട്ടാൽ അതിൻ്റെ പ്രത്യാഘാതം വലിയൊരു രീതിയിലേക്ക് പോകുമെന്നും ഹേമ കമ്മിറ്റി പറയുന്നത്. ഇക്കാര്യത്തിൽ ഒരു സർക്കാർ ഇടപെടൽ തന്നെയാണ് ഹേമ കമ്മിറ്റിയും ആവശ്യപ്പെടുന്നത്. ആ രീതിയിൽ
സർക്കാരിൻ്റെ ഇടപെടലുണ്ടായി ഇതിന് കൃത്യമായ രീതിയിലുള്ളൊരു പരിഹാരം കാണണം എന്നത് തന്നെയാണ് പ്രധാനമായി അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. കൂടാതെ ഈ പോലീസിനെ സമീപിക്കാത്തത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിരവധിയാണ്. അവർ ഈ പോലീസിനെയോ അല്ലെങ്കിൽ അധികാരികളോ സമീപിക്കാത്ത കാര്യം അവരുടെ ഭാവി അല്ലെങ്കിൽ ജീവന് സുരക്ഷയ്ക്ക് വരെ ഭീഷണി ഉണ്ടാകും എന്നൊരു കാര്യത്തിൽ കൊണ്ട് മാത്രമാണ് എന്നത് കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ സർക്കാരിൻ്റെ ഇടപെടൽ മാത്രമാണ് ഒരു പരിഹാരം. അതിൽ സർക്കാർ ഇടപെട്ട് ഇതിന് കൃത്യമായ രീതിയിലുള്ള ഒരു സംവിധാനം കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ ഈ കൃത്യമായ നടപടി ഇക്കാര്യത്തിലെല്ലാം തന്നെ ഉണ്ടാവുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. എന്തായാലും ഈ റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വരുമ്പോൾ ഈ രീതിയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള വനിതാ നടിമാർ നേരിടുന്ന ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. 63 പേജ് ഒഴിവാക്കിയാണ് ഇത് വന്നത്. എന്തായാലും ലൈംഗിക ചൂഷണമടക്കം ഗുരുതരമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നത്. കൂടാതെ ഈ ബിനോയ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവർ സിനിമയിലെ അവസരം വലിയ ഭാവി സിനിമയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വരുന്ന ആൾക്കാർ തന്നെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ. അവർക്ക് വലിയ രീതിയിൽ തന്നെ മികച്ച രീതിയിൽ തന്നെ അവരുടെ പ്രകടനങ്ങളെല്ലാം തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോയി അവർക്ക് മികച്ച രീതിയിൽ അഭിനയ രംഗത്ത് കഴിവുകൾ തെളിയിക്കുക എന്നത് ലക്ഷ്യത്തോടെ തന്നെയാണ് പലരും ഈ സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആ രീതിയിലാണ്. അപ്പോൾ അവരെ വലിയ രീതിയിൽ തന്നെ ചൂഷണം ചെയ്യുന്നു എന്നതാണ്. അവർക്ക് ഭക്ഷണത്തിൽ വിവേചനം, അവർക്ക് ജോലി സമയത്ത് ഒരു വിവേചനം, ആ രീതിയിൽ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം, അതുപോലെ തന്നെ ലൈംഗികമായി വലിയ രീതിയിൽ ചൂഷണം ചെയ്തൊരു സാഹചര്യം, ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നു. എങ്കിൽ മാത്രമേ അവസരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നൊരു നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു എന്നതും ഏറ്റവും ഗൗരവമായ ഒരു കണ്ടെത്തലാണ് ഹേമ കമ്മിറ്റിയുടെ. അപ്പോൾ ആ രീതിയിൽ വളരെ ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് ഈ സിനിമാ മേഖലയിൽ നടക്കുന്നത്, അതോടൊപ്പം സിനിമാ മേഖലയിൽ ഉണ്ടായത്. അതോടൊപ്പം തന്നെ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അവർ നേരിടുന്ന ജീവന് വരെ ഭീഷണിയായി തന്നെയാണ് പലരും ഈ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്നത്. അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്നൊരു ഭയം അവർക്കെല്ലാം തന്നെ ഉണ്ടാകുന്നു. ആ രീതിയിൽ വളരെ ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് ഹേമ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതിന് ഉണ്ണികൃഷ്ണൻ, വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പോലെ തന്നെ ഈ ചെറുപ്പക്കാർക്കിടയിൽ ലഹരി ഉപയോഗത്തിന്റെയും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഈ യുവതാരങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ലഹരിയുടെ ഉപയോഗം വലിയ രീതിയിൽ ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനമായും പറയുന്ന മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ അതിൽ കൂടുതലും ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആയി വരുന്ന ആളുകളെല്ലാം തന്നെ അതിൽ ഉൾപ്പെടുന്നു എന്നതും ഉണ്ട്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യം പറയുമ്പോൾ അവർക്ക് ഈ നഗ്നത പ്രദർശിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദം വലിയ രീതിയിൽ ഉണ്ടാകുന്നു എന്നതാണ് മറ്റൊരു കാര്യം. അവർക്ക് കൂടുതലായി ആ രീതിയിൽ നഗ്നത പ്രദർശിപ്പിച്ച് അഭിനയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കൂടാതെ ഈ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വനിതാ നിർമ്മാതാക്കളും അതോടൊപ്പം തന്നെ സംവിധായകരും ഈ അപമാനിക്കപ്പെടും നടന്മാരാൽ, സീനിയർ ആയിട്ടുള്ള നടന്മാരാൽ അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. ഒരു പവർ ഗ്രൂപ്പാണ് ഇതിന് പിന്നിലുള്ളത് എന്നതാണ് പറയുന്നത്. 15 പേരടങ്ങുന്ന പവർ ഗ്രൂപ്പുകൾ. അതോടൊപ്പം തന്നെ ഈ തുല്യവേതനത്തിലടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. തുല്യവേതനത്തെ കമ്മിറ്റി അംഗമായ, അതായത് ഈ നടി ശാരദ എതിർത്തു എന്നതാണ് പറയുന്നത്. ഇന്റേണൽ കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. എന്തായാലും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാരവൻ സൗകര്യം എന്ന് പറയുന്നത് നായകനും നടനും മാത്രമാണ് പ്രധാനപ്പെട്ട ആളുകൾക്ക് എന്നത് മാത്രമാണ് പറയുന്നത്. അത് മറ്റുള്ള ആളുകൾക്കെല്ലാം തന്നെ അത് അവഗണിക്കപ്പെടുന്നു എന്നൊരു കാര്യം കൂടി പറയുന്നു. മറ്റൊരു കാര്യം ഈ WCC അംഗങ്ങളുടെ ഒരു കാര്യമാണ്. ഈ WCC അംഗങ്ങൾക്ക് അവസരം നിഷേധിച്ചതായിട്ട് പറയുന്നു. ഈ WCC സ്ഥാപക അംഗമായ നടി സംഘടന വിട്ടുപോകുന്നൊരു സാഹചര്യമുണ്ടായി. പിന്നീട് ഇവർക്ക് ധാരാളം അവസരം കിട്ടുന്നു. അവർ ഈ രീതിയിൽ സിനിമാ മേഖലയിലെ ചൂഷണങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞൊരു ആളുകളാണ്. അപ്പോൾ അവരെ ആ രീതിയിൽ തന്നെ ആ WCC അംഗങ്ങൾക്ക് അവസരം നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്നൊരു സ്ഥാപക അംഗമായ നടി ഈ സംഘടന വിട്ടുപോകുന്നൊരു സാഹചര്യം. പിന്നീട് ആ വിട്ടുപോയതിനെ തുടർന്ന് അവർക്ക് ധാരാളം അവസരങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യം. കൂടാതെ ഈ സീരിയൽ സംഘടന ആത്മഹത്യക്കെതിരെയും ഇതിൽ പരാമർശമുണ്ട്. സിനിമയിലെ മാഫിയ സംഘത്തെക്കുറിച്ച് സംസാരിച്ച നടനെതിരെ ഒരു പ്രതികാര നടപടി ഉണ്ടായി എന്നതും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഇതൊരു പുതുതായി ഇപ്പോൾ ലഭിച്ച ഒരു വിവരമാണ്. ഈ റിപ്പോർട്ടിൻ്റെ പല ഭാഗങ്ങളായി തന്നെയാണുള്ളത്. അതിൻ്റെ 289 പേജുകളാണുള്ളത്. അതിൻ്റെ വിവിധ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. അപ്പോഴാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. ഈ സിനിമയിലെ മാഫിയ സംഘത്തെക്കുറിച്ച് സംസാരിച്ച ഒരു നടനെതിരെ പ്രതികാര നടപടി ഉണ്ടാകുന്നു. ഈ നടനെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു. കൂടാതെ ഈ നടൻ സീരിയൽ രംഗത്തേക്ക് പോയി, പക്ഷേ അവിടെയും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇത്തരം രീതിയിലുള്ള തുറന്ന പറച്ചിലുകൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് മറ്റൊരു കാര്യം. അങ്ങനെ ആ രീതിയിൽ വളരെ ഗുരുതരമായ, അതായത് തുറന്ന പറച്ചിലുകൾ ഒരു നടനെങ്കിൽ ആണെങ്കിൽ പോലും ഇതിലെ ഈ സിനിമാ മേഖലയിലെ കൊള്ളരുതായ്മകൾ തുറന്നു പറഞ്ഞാൽ പോലും അയാൾക്ക് തന്നെ അയാളുടെ ഭാവി, അയാളുടെ അഭിനയ ജീവിതത്തെ വളരെ ഗുരുതരമായി തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. അയാൾ സിനിമയിൽ നിന്ന് മാറി സീരിയലിലേക്ക് പോയാലും അയാൾക്ക് അവിടെ ശോഭിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ രീതിയിലുള്ള പ്രതിസന്ധികളെല്ലാം തന്നെ
സിനിമാ മേഖലയിലുണ്ട് എന്നത് തന്നെയാണ് ഇതിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. എന്തായാലും ഏറ്റവും ഗുരുതരമായ ഒരു ഉള്ളടക്കം ഇതിൽ കാസ്റ്റിംഗ് കൗച്ച് വലിയ രീതിയിൽ തന്നെ സ്ത്രീകൾ ലൈംഗിക താല്പര്യം രീതിയിൽ സമീപിക്കുന്നു എന്നതാണ്. ആ രീതിയിൽ വലിയ ചൂഷണം ലൈംഗികമായി തന്നെ നേരിടേണ്ടി വരുന്നൊരു സാഹചര്യം, നഗ്നത പ്രദർശിപ്പിച്ച് അഭിനയിക്കേണ്ട ഒരു സാഹചര്യം, കൂടാതെ സിനിമയിലെ ഭാവി ബാധിക്കുന്ന തരത്തിലുള്ള പ്രതികാര നടപടികളെല്ലാം തന്നെ ഉണ്ടാകുന്നു. ആ രീതിയിൽ അവർക്ക് സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു, തുല്യവേതനത്തിൽ അവകാശം നിഷേധിക്കപ്പെടുന്നു, അവർക്ക് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് നടന്മാർക്ക് ലഭിക്കുന്ന പല സൗകര്യങ്ങളും നടിമാർക്ക് നിഷേധിക്കപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും സിനിമാ മേഖലയിലെ കൊള്ളരുതായ്മകൾ തുറന്ന് കാണിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നത് ആണ് ഏറ്റവും പറയേണ്ടത്. എന്തായാലും സിനിമയിൽ സ്ത്രീകൾ കച്ചവട വസ്തുക്കൾ എന്ന രീതിയിൽ തന്നെയാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത്. വഴങ്ങാത്തവർക്ക് അല്ലെങ്കിൽ ഈ ലൈംഗിക പരമായി തന്നെ വഴങ്ങാത്തവർക്ക് റിപ്പീറ്റ് ഷോട്ടുകൾ അടക്കം നിർബന്ധിച്ച് കൊടുക്കുന്നു, അവരെ ആ രീതിയിൽ തന്നെ കെണിയിലാക്കുന്ന ഒരു രീതിയിലുണ്ട്. കൂടാതെ വ്യാപകമായ ലൈംഗിക ചൂഷണം തുടർച്ചയായി തന്നെ നടക്കുന്നു എന്നൊരു കാര്യം കൂടെ പറയുന്നു. എന്തായാലും ഈ ഒരു ക്രിമിനലുകളായ സംഘമാണ് ഈ മേഖല നിയന്ത്രിക്കുന്നതെന്നാണ് പറയുന്നത്. പലരും ഈ ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയതും ഒരു പ്രാണഭയത്തോടു കൂടി തന്നെയാണ്, അവർ ജീവന് ഭീഷണി ഉണ്ടാകും എന്ന് തന്നെയാണ് നടന്നത്. എന്തായാലും പരാതിപ്പെട്ടാൽ ഇതിൽ നിന്ന് ഒതുക്കുന്ന ഒരു രീതി ഉണ്ടാകുന്നു. കൂടാതെ ഈ നടിമാരുടെ മുറികളുടെ വാതിലുകൾ മുട്ടുന്ന ഒരു സമീപനം, വാതിൽ തുറക്കാൻ മടിച്ചാൽ വാതിൽ ഇടിക്കും, ശുചിമുറി പോലും നിഷേധിക്കുന്ന ക്രൂരത, ആ രീതിയിൽ തുടർച്ചയായി തന്നെ ചൂഷകർ ഈ ഇന്റേണൽ കമ്മിറ്റിയുണ്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള, അപ്പോൾ അത് പരിഹരിക്കാനുള്ള ആ കമ്മിറ്റി വരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഉന്നതരാണ് സിനിമാ മേഖലയിലുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ക്രിമിനൽ സംഘമാണ് സിനിമാ മേഖലയിലുള്ളതെന്നാണ് ഈ രത്നച്ചുരുക്കം, അതായത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. ആ രീതിയിൽ വളരെ ഗൗരവമായ കാര്യങ്ങളെല്ലാം തന്നെ പരാമർശിച്ചുകൊണ്ടാണ് സ്ത്രീകൾ സിനിമാ മേഖലയിൽ നേരിടുന്ന ലൈംഗിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായി തന്നെ പരാമർശിച്ചുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. റിപ്പോർട്ടിൻ്റെ 289 പേജുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. 63 പേജുകൾ ഒഴിവാക്കിയാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഇത് പൂർണ്ണ വിവരങ്ങൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പലരുടെയും മുഖംമൂടി അഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ വരുമെന്ന് പറയുന്നു. എന്തായാലും വളരെ ഗുരുതരമായ പരാമർശങ്ങളും കണ്ടെത്തലുകളുമാണ് ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ ലഭിച്ചിട്ടുള്ളത്. അതിന് സിനിമാ മേഖലയിലെ ക്രൂരതകളും മ്ലേച്ഛതകളും തുറന്നുകാട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നവർക്ക് മാത്രം അവസരമെന്ന് മൊഴി. അവസരം കിട്ടാൻ സഹകരിക്കുന്നവർ അറിയപ്പെടുന്നത് കോഡ് പേരുകളിലെന്നും കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശം. ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരെന്നും മൊഴികളുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം സിനിമാ മേഖലയിലെ ചൂഷണങ്ങളിൽ സർക്കാർ ഇടപെടൽ തേടിയിരിക്കുകയാണ് ഹേമ